മഴയെന്ന് പറയുന്നത് പരീക്ഷണവും ദുരിതവും ആകാറുണ്ട് ചില സമയങ്ങളിൽ. ഈ അള്ളാഹുവിന്റെ റഹ്മത്ത് ചില സമയത്ത് വലിയ പ്രയാസമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റ് വരുമ്പോൾ ഇത് പരീക്ഷണമാകുമോ എന്നതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭയന്നുകൊണ്ട് ദുആ ചെയ്യുമായിരുന്നു. മഴയെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. പക്ഷെ ചില സമയത്ത് മഴ നമുക്ക് പരീക്ഷണമാകാറുണ്ട്, അത് വലിയ ഒരു ശിക്ഷയാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാർമേഘങ്ങൾ കടന്നു വരുമ്പോൾ, വലിയ കാറ്റടിക്കുന്ന സമയത്ത്, പ്രകൃതിയിൽ മാറ്റമുണ്ടാകുന്ന സമയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന യൗമുർ റീഹ വൽ അനം ഉരിഫ ദാലിക ഫീ വജ്ഹിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്റെ പ്രിയപ്പെട്ടവരെ കാറ്റടിക്കുമ്പോൾ ഭൂമിയുടെ പ്രകൃതം, ഈ കാണുന്ന ആകാശത്തിന്റെ പ്രകൃതങ്ങൾ മാറുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഭയന്നുകൊണ്ട് ഇവിടെ നിന്ന് ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നിന്ന് ദുആ ചെയ്തു. അതിന്റെ കാരണം എന്താണ്? ലോക ചരിത്രത്തിൽ മഴ ഏറ്റവും വലിയ ദുരന്തമായി മാറിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലാണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രങ്ങൾ പറയുകയാ. ഈ മഴ, ഈ വെള്ളം, ഇത് ലോകത്തെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമുണ്ടാക്കി മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ജനങ്ങൾ കടന്നു വന്നത് ഒരു മുഹറം 10 എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ഒരു മാസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ആ മുഹറം 10 ഞാനും നിങ്ങളും കാലെടുത്ത് വെക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മുഹറം 10 ലോകത്ത് ആദ്യമായിട്ട് മഴ പെയ്തത്. അപ്പൊ ആ മഴയുടെ പ്രയാസത്തിൽ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാ. അള്ളാഹു ഈ മഴയ്ക്കൊക്കെ ഒരു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അതിനൊക്കെ ഒരു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവ്വതും നഷ്ടപ്പെട്ടു പോയവർ അള്ളാഹു എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ.